നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ചെയ്യുള്ളൂ. അതുമാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും ചെയ്യണം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ലു ആണെങ്കിൽ സയോനെ കൊണ്ട് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നതായിരിക്കും. കാരണം അവൻ്റെ ഭാര്യനെ തിരിച്ചു കിട്ടിയില്ലേ, അതിന്റെ ഹാപ്പി എന്തായാലും അവനുണ്ടാവുമല്ലോ. അവനാണെങ്കിൽ ഒരു പാസ്റ്ററിലേക്കും. എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ടങ്യോനാണെങ്കിൽ എപ്പം കിൻഡർ ഗാർഡനിൽ ഒറ്റക്ക് പോയിട്ട് നിൽക്കാനും ആർക്കോ വേണ്ടിയിട്ട് എപ്പം വെയിറ്റ് ചെയ്യലുണ്ട് അവർക്ക്. അതിന്റെ പേരിൽ ലു ആണെങ്കിൽ ചീത്ത പറഞ്ഞോട് നിൽക്കുന്ന ടീം ടങ്യോനാണെങ്കിൽ പറയും, അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എന്നും അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഫ്ലവർ അയക്കുന്നുണ്ട്. അമ്മേനൊരു ഫ്ലവർ ഷോപ്പിലാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിന്. ആ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ അമ്മേൻ്റെ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അമ്മക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയേ. അതേ ടീം ലു ആണെങ്കിൽ പറയും, നിന്റെ അമ്മ എവിടെയോ ഇല്ല, അഥവാ നിന്റെ അമ്മ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഫസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരിക. അതുകൊണ്ട് നീ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ലു ആണെങ്കിൽ ആ ഒരു ഫ്ലവർ ഷോപ്പിലെ അവിടെ പോയിട്ട് നമ്മളെ പെണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെയുള്ള സകലമാന പെമ്പിളറും ഇവനെ വായി നോക്കുന്നുണ്ടെങ്കിലും അവന്റെ സയോ ആണെങ്കിൽ അന്ന് അവിടത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം നമ്മളെ ചെക്കന് ഇന്ന് ആലോചിക്കുന്നുണ്ടാവും. ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ ചെക്കന്റെ മുഖാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊള്ളുന്ന പോലെ തോന്നി. അവൻ എന്നേരായിരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സയോനെ കൊണ്ട് ആലോചിച്ചിട്ട് അവനാണെങ്കിൽ പേസ്റ്റ് ഇല്ലേ അതെടുത്തിട്ടായിരിക്കും മുഖത്ത് തേച്ചിട്ടുണ്ടാവുക. എന്നാലും മൂപ്പറാണെങ്കിൽ സയോനെ കിട്ടിയ സന്തോഷത്തിലുണ്ടാവുക. ഇതുപോലത്തെ സൈക്കോകളെല്ലാം ഉണ്ടാവും. ടൈം കമ്പനിയിൽ നോക്കുന്നതാണെങ്കിൽ നമ്മളെ ബാങ്കിന് നമ്മളെ പെണ്ണിന്റെ മേലെ ഒരു മതിപ്പ് വന്നിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൺഗ്രാജുലേറ്റ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രോബ്ലങ്ങളൊക്കെ വേഗം തീർക്കുന്നത് കൊണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ഗേൾ ഫ്രണ്ട് ആണെന്ന് ചോദിക്കുന്ന ടൈം പാങ് ആണെങ്കിൽ വായ്പൂത്തിട്ടാണെങ്കിൽ പറയും, ഗേൾ ഫ്രണ്ട് അല്ല എക്സ് ഗേൾ ഫ്രണ്ട്. അവനൊരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിന്, അവളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പാങ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സയോനെ കൊണ്ടാണ്. പക്ഷേങ്കിൽ ഈ ഒരു സയോ ആണെങ്കിൽ നമ്മളെ ലൂന്റെ ഭാര്യ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ പാങ്ങിന് അറിയില്ല. ജസ്റ്റ് ഒരു എക്സ് ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ലൂ ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക. അതായിരിക്കും പാങ് ഇങ്ങനെ പറയുന്നുണ്ടാവുക. ഇത് മാത്രമല്ല പാങ്ങിന്റെ വിചാരം ലൂന് എന്തോ ഒരു താല്പര്യം നമ്മളെ സയോനോട് ഉണ്ട് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇതിപ്പം പറഞ്ഞത് ഒരു അബദ്ധമായിട്ടായിരിക്കും പാങ്ങിന് തോന്നുന്നുണ്ടാവുക. നമ്മളെ പാങ് ആണെങ്കിൽ എന്തെല്ലാം ഉരുണ്ട് കളിച്ചിട്ട് സയോൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. എന്നിട്ട് നേരെ ലൂനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു സയോനോട് എന്തോ ഒരു അടുപ്പുണ്ട് എന്ന്, പക്ഷെങ്കിൽ അറിയാണ്ട് എന്നോട് നിങ്ങളെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം അവളോട് പറഞ്ഞു പോയി. അത് കേട്ടപാട് സയോക്കാണെങ്കിൽ എന്തോ ഒരു ഹാപ്പി ഇല്ലാത്ത ഫീൽ ആയിരുന്നു. എന്നെ കൊണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനെ ഹാപ്പി ആയില്ലേ. കാരണം ഇവനൊരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് അറിയുന്ന ടൈം നമ്മുടെ സയോക്ക് സങ്കടം ആകണമെങ്കിൽ സയോക്ക് എന്തോരം ഇഷ്ടം ഇവനോട് ഉണ്ട് എന്നല്ലേ അർത്ഥം. നമ്മൾ ലു ആണെങ്കിൽ പറയും, നീ ആദ്യമായിട്ട് ചെയ്തൊരു നല്ല കാര്യമാണ്, അതിന് നിനക്ക് എന്ത് വേണിക്കലും ഞാൻ തരുമെന്ന് പറയുന്നുണ്ടാവും. പാങ്ങിനാണെങ്കിൽ ഇവൻ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്റെ മനസ്സിൽ അവനൊരു തെറ്റ് ചെയ്ത് എന്നല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവന് മൊത്തം കിളിപോയ പോലെ ഇരിക്കും ഉണ്ടാവും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവന് തിരിയുന്നുണ്ടാവില്ല. ഇവിടെ നടക്കുന്ന ടൈം യുവാൻ ആണെങ്കിൽ അവന്റെ ചെടിക്ക് വെള്ളം നനക്കുന്നതായിരിക്കും. നമ്മളെ ടോങ് ആണെങ്കിൽ അവന് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവന് കൊടുക്കാണ്ട് അവളാണെങ്കിൽ നമ്മളെ സയോനെ കൊണ്ട് തിങ്കാക്കുന്നുണ്ടാവും. കാരണം യുവാന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാലേ മാത്രമേ സയോക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഇവക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ അവക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇവളെ ആലോചന കണ്ടിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കും, എടി നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പൊ നമ്മളെ ടോങ് ആണെങ്കിൽ പറയും, അത് ഞാൻ നമ്മളെ കമ്പനീനെ കൊണ്ട് ആലോചിച്ചതായിരുന്നു. നമ്മളെ കമ്പനിയിലത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനൊന്നും പറയാ. അപ്പൊ നമ്മളെ യുവാനാണെങ്കിൽ ഒരു ഇംപ്രഷൻ വരുന്നുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ ഇവന് വെള്ളം കൊടുത്തിട്ട് പിന്നെയും ഓരോ കാര്യങ്ങൾ ആലോചിച്ചോട് നിൽക്കലായിരിക്കും. അവനാണെങ്കിൽ ആ വെള്ളം കുടിച്ചിട്ട് എന്തോ ഒരു പോരായ്മ തോന്നിയിട്ട് ഇവളോട് പറയുന്നുണ്ട് അവർക്ക്, ഇതെന്ത് വെള്ളാടി, ശരിക്കും വെള്ളം തന്നെയാന്ന് തോന്നുന്നത്. അവളാണെങ്കിൽ അത് മണപ്പിച്ച് നോക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് ആ ഒരു വെള്ളം എടുത്തിട്ടാണെങ്കിൽ പറയും, ഈ വെള്ളത്തിന് എന്തൊരു കുഴപ്പമുണ്ട്, ഞാൻ മാറ്റിയിട്ട് വരാമെന്നൊന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം യുവാനാണെങ്കിൽ വിചാരിക്കൂ, സംടൈംസ് ഇവക്ക് എന്നോട് എന്തെങ്കിലും ക്രഷ് ഉണ്ടാവുക, ഇവളെ ക്യാരക്ടർ ഭയങ്കര വേയാടാന്ന്. ഇപ്പോൾ സംടൈംസ് ഇവക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ എന്താ പറയാ സന്തോഷ പുളകിതനാവുന്നുണ്ട് അവർക്ക്. ഇവൻ തന്നെ പ്രഡിക്റ്റ് ചെയ്തതാ. പക്ഷെങ്കിൽ നമുക്കല്ലേ അറിയുള്ളൂ കാര്യം വേറെയാണെന്ന്. പ്രണയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവില്ല എന്ന് പറയില്ലേ. ഈ കുരിപ്പാണെങ്കിൽ ഇത് ആലോചിച്ചിട്ട് ചെടിക്ക് കൊടുക്കുന്ന വെള്ളം വരെ
ലഹരി എടുത്ത് കുടിക്കുന്നുണ്ടാവും. എനിക്ക് യുവാന്റെ കഥ ഒന്നും പറയാനില്ല. ചില സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ്, അതേ സമയം ഇതുപോലത്തെ പൊട്ടത്തരങ്ങളെ കാണിക്കുക. നമ്മളെ പെണ്ണിനെ കാണാൻ ഒരാൾ അവളെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരിക്കും. ആര്? അവളെ രക്ഷപ്പെടുത്തിയ ആ ഒരു ബ്രദറില്ലേ, അവൻ തന്നെ. അവന്റെ പേരെന്താണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല, നമുക്ക് ഇവനെ ബ്രദർ എന്ന് തന്നെ വിളിക്കേ. അവനാണെങ്കിൽ ഇവരുടെ നാട്ടിലത്തെ ഡംപ്ലിംഗ് ഇല്ലേ, ഡംപ്ലിംഗ്, അത് വാങ്ങേണ്ടിട്ട് വന്നതായിരിക്കും ഇവളെ കൈമെന്ന്. അതേ ടൈം അവനാണെങ്കിൽ അവളെ പ്ലാനിനെ കൊണ്ട് ചോദിക്കുന്ന ടൈം അവക്കാണെങ്കിൽ ആ ഒരു പ്ലാൻ, എന്തോ ഒരു പ്ലാൻ ഇവർക്ക് രണ്ടാക്കും ഉണ്ട്. ആ ഒരു പ്ലാൻ ഓക്കെ ആക്കണം എന്നുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ ലൂന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് കാണുന്ന ടൈം ഇവക്ക് ലൂനോട് എന്തോ ഒരു താല്പര്യം തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു ബ്രദറിനോട് പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ എല്ലാം ഓക്കെ ആക്കാമെന്ന് മാത്രം പറയാം. പക്ഷേങ്കിൽ ഈ ഒരു ബ്രദറിനാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് ഇവിടെ മേലെ ഉണ്ടാവും. ഇങ്ങനെ ഇവർ ഓഫീസിലാണെങ്കിൽ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടാവുമായിരിക്കും. ഇവരാണെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ലേ, അതാണെങ്കിൽ എല്ലാവരും എത്തിക്കണ്ടിട്ട് ഒരു മൈമ പോലത്തെ സംഭവം നടത്താമെന്ന് നമ്മളെ പെണ്ണ് പറയേ. പക്ഷേങ്കിൽ ബാക്കിയുള്ള പലരും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും കുറച്ച് പേര് നമ്മളെ പെണ്ണിനെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല നമ്മളെ ലൂ ആണെങ്കിൽ ഇവളെ തന്നെ വായി നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇവള് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. അവളാണെങ്കിൽ അവളെ പ്രൊജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയുന്ന ടൈം എല്ലാവർക്കും ഏകദേശം ഓക്കെ ആയിരിക്കും. എപ്പോൾ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ എതിർപ്പുണ്ടാവുമായിരിക്കും, ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. അങ്ങനെ നമ്മളെ ലൂന്റെ സമ്മതം നോക്കണ്ടിട്ട് അവനെ നോക്കുന്ന ടൈം അവനാണെങ്കിൽ ഇവിടെ വായി നോക്കി കൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇവരെല്ലാരും അവനെ നോക്കുന്നെന്ന് കാണുമ്പോഴായിരിക്കും അവന് തന്നെ ബോധം വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മേലോട്ടേക്ക് വരുന്ന ടൈം ആയിരിക്കും ആ ഒരു ചെങ്ങ പെണ്ണില്ലേ അവളെ കാണുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ ഇവളെ അറിയാലോ, എന്നാലും ഇവർ രണ്ടാളും പരസ്പരം അറിയാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ചെങ്ങാണെങ്കിൽ നമ്മളെ പെണ്ണ് താഴോട്ടേക്ക് പോകുന്ന ടൈം അവളിങ്ങനെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഗേൾ ആണെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അത് നമ്മൾ സയോ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി അവളാണെങ്കിൽ തിരിച്ചിട്ട് ഒരു മറുപടിയും പറയൂല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ യുവാനും ലൂവും സംസാരിക്കുന്ന കാര്യം ഈ ഒരു ചെങ്ങാണെങ്കിൽ ഒളിഞ്ഞു നിന്നിട്ട് കേൾക്കുന്നതായിരിക്കും. യുവാനും നമ്മളെ ചെക്കനും ആണെങ്കിൽ നമ്മൾ ആ ഒരു DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടില്ലേ അതിനെ കൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇതെല്ലാം ഈ ഒരു പെണ്ണ് കേട്ടിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്ന ടൈം അറിയാതെ ഡോർ ആണെങ്കിൽ ഭയങ്കര സൗണ്ടിൽ ക്ലോസ് ആവുന്നുണ്ടാവുമായിരിക്കും. അത് നമ്മളെ ലൂവും യുവാനും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഓടി പിടിച്ചിട്ട് താഴെ വരുന്ന ടൈം പിന്നെയും നമ്മളെ സയോന്റെ മുന്നിൽ കളി കാണുമ്പോൾ തന്നെ സയോക്കാണെങ്കിൽ എന്തോ ഒരു കള്ളക്കളി മണക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു പെണ്ണാണെങ്കിൽ എന്തല്ലോ കള്ളത്രം പറഞ്ഞ് നമ്മളെ സയോനെ വിശ്വസിപ്പിക്കുന്നത്. അവളോട് നമുക്ക് ഡിന്നർ ഒപ്പരം കഴിക്കാന്നെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പുറത്തേക്ക് പോകുക. ഈ പെണ്ണാണെങ്കിൽ ഫുഡ് കഴിക്കാന്നെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ പെണ്ണിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവളാണെങ്കിൽ ഒരു ടോയ് ഷോപ്പിലായിരിക്കും പോകുക. നമ്മളെ പെണ്ണാണെങ്കിൽ നീ എന്താ ഇവിടത്തേക്ക് വന്നതെന്ന് ചോദിക്കുന്ന ടൈം ആ ഒരു ചെങ്ങാണെങ്കിൽ പറയും എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അവക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണാണെങ്കിൽ നമ്മളെ സയോന്റെ കഥ തന്നെ സയോനോട് പറയാൻ തുടങ്ങുന്നുണ്ടാവും. ഒരു പാസ്റ്റ് ആ പറഞ്ഞിട്ടില്ലേ സയോയും ഈ ഒരു പെണ്ണും ആണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. അപ്പൊ നമ്മളെ സയോ ആണെങ്കിൽ കമ്പനിയിൽ പണിയെടുക്കുന്ന ടൈം നമ്മളെ സയോ ആണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. അവൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങൾ മൊത്തം കമ്പനി അപ്രൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ, അതായത് ഇവർ രണ്ടാളും ഈ ഒരു കമ്പനിയിൽ വരുന്നതിനെയും കാട്ടി മുന്നേ ഇവർ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഈ ഒരു പെണ്ണിലെ ഈ ഒരു ചെങ്ങിനാണെങ്കിൽ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നിട്ട് ഇവളെ സ്കൂളിംഗ് ലൈഫും ഇവളെ കോളേജ് ലൈഫും എല്ലാം നിൽക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടൈം മൊത്തം നമ്മളെ സയോ ആയിരിക്കും അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സയോന്റെ കൈമിലുണ്ടായ പൈസനെ കൊണ്ട് ഇവളും വളർന്നിട്ടുണ്ടാവും, ഈ ഒരു ചെങ്ങിനെയും വളർത്തിയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടാളും ഒരുപോലെ ഒരു കമ്പനിയിൽ ഒപ്പരായിരിക്കും ജോയിനും ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാര്യമാണെങ്കിൽ നമ്മളെ പെണ്ണ് ഇപ്പൊ ഈ ഒരു സയോനോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെങ്കില് ഇപ്പൊ അവളെന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ നോക്കുന്നുണ്ടാവും. സയോ ആണെങ്കിൽ ഇവളോട് ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, നീ പറഞ്ഞെന്നെ നിന്റെ ഫ്രണ്ടിനെ പോലെ എന്നെ കാണാനെന്ന്. പക്ഷെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല എന്ന് ഇപ്പം പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു പെണ്ണിനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇത് അവളെ സയോ തന്നെയാണെന്ന്. പക്ഷെ ആ ഒരു പെണ്ണാണെങ്കിൽ അത് പറഞ്ഞിട്ട് വാദിക്കുന്നൊന്നും ഉണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന ടൈം അവിടത്തേക്ക് ലൂ വരുവേ പമ്മിട്ട വരുന്നുണ്ടാവുക. കാര്യം കാണുമ്പോൾ തന്നെ എന്തോ ഒരു കാരണത്തിനാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്താവശ്യമാണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു, നിന്റെ കളി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയും ഈ ഒരു വീക്കെൻഡ് ആണെങ്കിൽ ടങ്യുവാന് പാരന്റ് ചൈൽഡ് എന്തോ ഒരു മീറ്റിംഗ് എന്തോ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. അതിനാണെങ്കിൽ ഞാനായിരുന്നു പോകേണ്ടത്, പക്ഷേങ്കിൽ എനിക്കൊരു ട്രിപ്പ് വന്നിന്, അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ ഇല്ലാന്ന് പറയുന്ന ടൈം നമ്മളെ ടങ്യുവാനാണെങ്കിൽ എടുത്തൊരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും. പ്ലീസ് അയ്യോ എൻ്റെ കൂടെ വാ, പ്ലീസ് അയ്യോ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അത് കാണുന്ന ടൈം എത്ര മനസ്സ് കട്ടിയുള്ള ഒരാൾക്കാണെങ്കിൽ പോയി പോകുക അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ നമ്മളെ ലൂനോട് പറയും ഇതുപോലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വന്നു പോകും, ഞാനാണെങ്കിൽ പോയിക്കോളും, നീ ടൈമും പ്ലേസും മാത്രം പറഞ്ഞാൽ മതി, പക്ഷെങ്കിൽ ഒരിക്കലും ഫ്രീ അല്ല, നീ ഇങ്ങനെ ഓവർ ടൈം ആയിട്ട് അതിനെനിക്ക് പൈസ തരണം എന്ന് പറയും. നമ്മളെ ലൂ ആണെങ്കിൽ ഓക്കെ പറയൂ.
എല്ലാം പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് മൂന്നെണ്ണം കൂടിയിട്ട് ആ ഒരു വീക്കെൻഡിലത്തെ പരിപാടിക്ക് പുറത്തു പോകുന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട് അവർക്ക് നിന്റെ ട്രിപ്പ് എന്തായി എന്ന്. അവനാണെങ്കിൽ പറയും അത് ആ ഒരു ട്രിപ്പ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയേ. ഇവക്കാണെങ്കിൽ ഇത് ഉടായിപ്പാന്നെന്ന് മനസ്സിലാകുന്നുണ്ടാവും, നമുക്കും മനസ്സിലാകും. നമ്മളെ ടങ്യോനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ കാണുന്ന ടൈം അവരെ കൂടെ പോകുക, നമ്മൾ ചെക്കിനും അവന്റെ പിന്നാലെ തന്നെ പോകുന്ന ടൈം പെണ്ണിനാണെങ്കിൽ ഹൈ ഹീൽ ഇട്ടിട്ട് നടക്കാനേ പറ്റൂല. ഇപ്പം വീകൂന്ന് വിചാരിച്ച് നിൽക്കുന്ന അതേ സെക്കൻഡ് അവളാണെങ്കിൽ വീകുന്നുണ്ട്. അവർക്ക് അവനാണെങ്കിൽ പിടിച്ചിട്ട് ഇതുപോലെ ഉരുണ്ട് കെട്ടിയിട്ട് വീകും. രണ്ടാളെ എക്സ്പ്രഷൻ നോക്കിയാൽ നമ്മളെ ലൂനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഇതെല്ലാം അവൻ ആഗ്രഹിച്ചൊരു സ്വപ്നം മാത്രമായിരിക്കും. അവളെ വീകാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും, അവളാണെങ്കിൽ വീകുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ അവളെ പിടിക്കണ്ടിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഡ്രാമയിൽ കാണുന്ന പോലത്തെ പെണ്ണൊന്നുമല്ല, അത്ര പെട്ടെന്ന് ഞാൻ വീകൂലെന്ന് പറയും. നമ്മളെ ലൂനും വേറൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇവര് രണ്ടാളും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ലൂ ആണെങ്കിൽ മാക്സിമം അവളെടുത്ത് അടുക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കും താല്പര്യം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്തോ ഒരു ഉൾവലിവ് ഉണ്ടാവുമായിരിക്കും. അതെന്നാന്ന് നമുക്ക് അറിയില്ല. പെട്ടെന്നായിരിക്കും അവനാണെങ്കിൽ അവളെ ബർത്ത്ഡേക്കുള്ള കേക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. അവള് മനസ്സിൽ വിചാരിക്കും എന്ത് ഇവൻ ഇപ്പം വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ സയോ ആണെന്നാണോ, അപ്പോ ഇവൻ എങ്ങനെയാണ് മനസ്സിലായെന്ന് ഇവള് തിങ്ക് ആക്കുന്നുണ്ടാവും. ഇവക്ക് ഈ ഒരു DNA ടെസ്റ്റിന്റെ കാര്യം ഇവളെ മുടിയെടുത്ത കാര്യം അതൊന്നും അറിയില്ലായിരിക്കും. ആണെങ്കിൽ സയോന്ന് വിളിച്ചിട്ടായിരിക്കും ഇവളെ ബർത്ത്ഡേ വിഷും ചെയ്യുന്നുണ്ടാവുക. അവക്ക് ആ ഒരു സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോകും. ലൂനില്ലേ ഇപ്പം നമ്മളെ സയോനെ കണ്ട് ആലോചിച്ചിട്ട് ഭ്രാന്തായ ഒരു അവസ്ഥയായിരിക്കും. അവനാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ അടുത്ത് പോകും. യുവാനാണെങ്കിൽ സയോന്റെ പേര് കേൾക്കുമ്പേ ഇപ്പൊ ദേഷ്യായിരിക്കും. കാരണം അവള് വന്നതിന് ശേഷം ഇവനാണെങ്കിൽ യുവാനെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. ആ ഒരു പരാതി പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. നിനക്കൊരു കാര്യം അറിയാം, സയോ ആണെങ്കിൽ എൻ്റെ ഭാര്യയാണെന്ന് എനിക്കും അറിയാം അവക്കും അറിയാം. അവളില്ലേ ആ ഒരു ടങ്യോ എൻ്റെ അമ്മയാണ്. അവക്ക് ടങ്യോ എന്നെ കാണണമെന്ന് തോന്നില്ലേ, എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടാവില്ലേ, അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഒരിക്കൽ യുവാനാണെങ്കിൽ ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ടൈം ഇവനാണെങ്കിൽ പറയും അവൾ എന്തുകൊണ്ടായിരിക്കും തിരിച്ചു വന്നിട്ട് എന്നെ കാണാണ്ട് നിന്നിട്ടുണ്ടാവുക. അറിയാം, ഞാനാണെങ്കിൽ എൻ്റെ ഐഡന്റിറ്റി അവളെ മേത്ത് മറച്ചു വെച്ച് അവളോട് എൻ്റെ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ കല്യാണത്തിന്റെ ആ ഒരു ടൈം വരെ 2 ആക്ടേഴ്സിനെ ഞാൻ എൻ്റെ പാരൻസ് ആക്കിയിട്ട് വെച്ച്. അതും ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവളെ എൻ്റെ ഐഡന്റിറ്റി അറിയിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ഒരു കല്യാണത്തിന് എന്നോട് വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പത്തേക്ക് അവള് കടലിൽ തുള്ളി. ഇത്ര കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് നമ്മളെ യുവാനോട് ചോദിക്കുന്നുണ്ട്. അവർക്ക് യുവാനാണെങ്കിൽ പറയും അവളെ സ്ഥാനത്ത് ഞാനായിട്ടാണെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് കൊന്നിട്ടുണ്ടാകും എന്ന് പറയും. ഇത്രക്കാരം കാര്യം ചെയ്തിട്ട് നമ്മളെ കിളിക്കത്തിരി രേവതിനെ പോലെ ഞാൻ അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ലൂൻ ഉണ്ടാവുക. കൂടിയിട്ട് തച്ച് മരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തോ ഒരു വർക്കിന്റെ കാര്യം പറയുന്നുണ്ടാവുക. ആ ഒരു വർക്ക് ആണെങ്കിൽ ടോങ് ആയിരിക്കേ ചെയ്യുന്നുണ്ടാവുക. അവൾ അവിടെ ഉണ്ടാവില്ല. അവളെ കുറ്റവും കൂടി നമ്മളെ യുവാനോട് പറയുന്നുണ്ടാവും. യുവാനാണെങ്കിൽ ഈ ഒരു പെണ്ണിനോട് പറയും നിനക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യമില്ല, ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണിനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. അവർക്ക് അവള് പോയ വട് ലൂ ആണെങ്കിൽ നമ്മളെ യുവാനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കും. നമ്മുടെ യുവാനാണെങ്കിൽ എന്നാടാ തെണ്ടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാന്നൊന്നും പറയുന്ന ടൈം നമ്മളെ ലൂ ആണെങ്കിൽ പറയും നിനക്കും ടോങ്ങും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. നമ്മുടെ യുവാനാണെങ്കിൽ ഒന്നുമില്ല എന്നൊന്ന് പറയും. പക്ഷേങ്കിൽ നമ്മളെ ലൂ ആണെങ്കിൽ അവൻ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്ന ടൈം യുവാനും ഡൗട്ട് ആകും. അവൻ ഇങ്ങനെ ടോങ്ങിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളെ യുവാനാണെങ്കിൽ പറയും അവളാണെങ്കിൽ നല്ലൊരു എംപ്ലോയി ആണ്, അവൾ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്, അല്ലാണ്ട് പ്രണയമൊന്നും ഇല്ല എന്നൊന്ന് പറയേ. അതേ ടൈം ലൂ ആണെങ്കിൽ പറയും അങ്ങനെ ഒന്നുമല്ല, നിനക്കാണെങ്കിൽ അവളോട് ഇഷ്ടമുണ്ട് എന്ന് പറയൂ. ഇവനിങ്ങനെ തർപ്പിച്ച് പറയുന്ന ടൈം നമ്മളെ യുവാനും ഡൗട്ട് ആവുന്നുണ്ടാവും. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഓരോന്ന് സംസാരിക്കുന്ന ടൈം നമ്മളെ ചെക്കൻ്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ടാവുമായിരിക്കും. എന്നാലും അവൻ മൂഡ് ഓഫ് ആകുന്നുണ്ടാവുമായിരിക്കും. എന്നാലും നമുക്കിപ്പോൾ കാണിക്കുന്നില്ല. ഇതിന് നമ്മളെ പെണ്ണിന് നോക്കുന്നതാണെങ്കിൽ അവളുടെ അടുത്ത് നമ്മളെ ജിന്നാണെങ്കിൽ വന്നിട്ട് പറയും എടി എന്തോ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നത്, എല്ലാവരും മീറ്റിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ട്, നിന്നോടും അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് എന്ന് പറയേ. എന്നാൽ പ്രശ്നമൊന്നും നമുക്ക് അറിയില്ല, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും. എന്നായിരിക്കും പ്രശ്നം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട്